ആര്? അമ്പാടിയില്ലേ? അയ്യോ, അവൻ പുറത്തു പോയായിരുന്നല്ലോ. എന്തായിരുന്നു? ഇറ്റ്സ് ഓക്കെ, പോയിട്ട് വരട്ടെ. വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങളോട് പോവാ. അവൻ വരാൻ കുറച്ച് സമയം എടുക്കും. എടുത്തോട്ടെ, എന്തായാലും ഇന്ന് ഇവിടെ ആയിരിക്കുമല്ലോ സ്റ്റേ. സ്റ്റേ ചെയ്യാനോ? അതിന് നിങ്ങളാരാ? എന്റെ പേരാണെങ്കിൽ ശ്വേത, ഫ്രം ബാംഗ്ലൂർ. ശ്വേതയോ? ഏത് ശ്വേത? അമ്മാവൻ ഏതൊക്കെ ശ്വേതമാരെ അറിയും? എനിക്കറിയാവുന്ന ശ്വേത എന്ന് പറയുന്നത് സിനിമാ ശ്വേതാമേനോനെയാണ്. അമ്മാവനാളൊരു തമാശക്കാരനാണല്ലോ. പക്ഷെ നീ ഏതാ? എന്തിനാ വന്നത്? ആരമ്മാവത്? എനിക്കറിയത്തില്ല മോളെ. അമ്പാടിയെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നതാ. അത് ശരി. ആരടി നീ? ചേട്ടൻ ഫ്രണ്ടാ? ഫ്രണ്ടാണോന്ന് ചോദിച്ചാ ഞാൻ അമ്പാടിയുടെ എക്സ് ആണ്. ഞങ്ങൾ ബാംഗ്ലൂർ ഒരുമിച്ചായിരുന്നു. ചെറിയൊരു വഴക്കിന്റെ പേരിൽ ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞതാ. പിന്നെ വഴക്കൊക്കെ മാറി തിരിച്ചെത്തിയപ്പോഴേക്കും അമ്പാടി ബാംഗ്ലൂർ വിട്ടു. പിന്നെ പണ്ടെങ്ങോ പറഞ്ഞ ഓർമ്മയിൽ തപ്പിപ്പിടിച്ച് വന്നതാ ഈ വീഡിയോ അഡ്രസ്സും ഒക്കെ. എന്നിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തെ പറ്റി ചേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് വീട്ടിലൊക്കെ അറിയിച്ചുകൊണ്ടാണ് ആളുകൾ പ്രേമിക്കുന്നത്. അതെ, ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടതാ. നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. അമ്പാടിയുടെ റൂം ഏതാ? മോളില്. അമ്മാവാ അങ്ങനെ ചുമ്മാ കയറി വന്നിട്ട് ചേട്ടന്റെ കാമുകയാണെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാ? അമ്പാടി വരുമ്പോ ചോദിച്ചു നോക്ക്, അപ്പൊ വിശ്വാസാവൂലോ. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അമ്മാവ് ഇത് പ്രശ്നമാവോ? ഇത് എടാ, സത്യമാണോ? അവൻ ഇങ്ങനെ ഒരു കൊച്ചിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പണ്ട് ചേട്ടൻ ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നു. അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം ചേട്ടൻ എല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. പക്ഷെ ആ പെണ്ണാണോ ഇതെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ പാത്തത് അറിയുമ്പോഴാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതെ, നീരാട്ടമൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും പറ, ഇപ്പൊ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? അമ്മാവ, അമ്പാടി ഒന്ന് വന്നോട്ടെ. താനെന്താ അവിടെ? ഞാൻ വേറെ എവിടെ പോവാനാ? എടാ, നിനക്ക് ഈ കൊച്ചിനെ അറിയാവോ? അറിയും, ഞങ്ങളും ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ടെന്താ? രണ്ടുപേരുടെയും രണ്ട് ക്യാരക്ടറാന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് പറഞ്ഞു പോയ ആളാ. പട്ടിയെ പോലെ കുറേ പുറകെ നിന്നിട്ടുണ്ട്. ഇപ്പം എന്തിനാ വന്നേ? അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, അവോയ്ഡ് ചെയ്തു. പക്ഷെ എനിക്കിപ്പോ ദേഷ്യമൊക്കെ മാറി. എനിക്കിനി അമ്പാടി ഇല്ലാതെ പറ്റില്ല. ഇവളേതാ? ശ്വേത. ഓ, താനെന്താ ഇവിടെ? തനിക്കെങ്ങനെ എന്നെ അറിയാം? താൻ ഏതാ? എൻ്റെ വൈഫാ. സോറി, ഞാൻ പൊക്കോളാം. മോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തോന്നല്ലേ? മോള് പോയി റെസ്റ്റ് എടുക്ക്. അത് സാറില്ല അമ്മാവ, ഞാൻ പൊക്കോളാം. മോള് പോയി റെസ്റ്റ് എടുക്ക്, നമുക്ക് സംസാരിക്കാം. ഒന്നര വർഷം മുമ്പ് പോയതാ. അവൾ ഇപ്പം എന്തിനാ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേറെ വല്ല ഉദ്ദേശമാണെങ്കിലോ, വല്ല പണം തട്ടാനോ മറ്റോ? ഏയ്, എനിക്കറിയാവുന്ന ശ്വേത അങ്ങനൊന്നും ചെയ്യില്ല. അല്ല, അവൾ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ. അല്ല, അതിനുശേഷം നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല? എന്ത് കോണ്ടാക്ട്? ഓഹോ, നിനക്ക് ഈ രോഗം തുടങ്ങിയോ? സംശയരോഗം? എനിക്ക് സംശയരോഗം ഉണ്ടായിരുന്നെങ്കിലേ നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിക്കില്ല. പക്ഷെ ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കോണ്ടാക്റ്റിലില്ല. ഇൻസ്റ്റയിൽ ഫോളോയും ചെയ്യുന്നില്ല, മെസ്സേജും ഇല്ല. ഇനി അവൾ വേണം വല്ല ഫോട്ടോ ടാഗ് ചെയ്തിട്ടുണ്ടോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നോക്കിയേ,
എനിക്കറിയാവുന്ന ശ്വേതയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിഷമിപ്പിച്ച് പോയപ്പോഴും അവോയ്ഡ് ചെയ്തപ്പോഴെല്ലാം പട്ടിയെ പോലെ ഞാൻ പറയാൻ വന്നത്. ഇപ്പം എന്തിനാ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് താൻ എന്നെ അന്വേഷിച്ച് വന്നത് എന്തിനാന്ന്? എന്നോട് ക്ഷമിക്കണം. എനിക്ക് പോകാൻ വേറൊരു സ്ഥലം ഇല്ലാതിരുന്നോണ്ടാ. മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞില്ലേ എൻ്റെ കല്യാണം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്കപ്പിന് ശേഷം എനിക്ക് മൂവ് ഓൺ ആവാനേ പറ്റിയില്ല. ആ ഒരു ടൈമിൽ എൻ്റെ ലൈഫിലേക്ക് ഒരു ഫ്രണ്ടായി വന്ന ആളാണ് സൂരജ്. ആദ്യം ജസ്റ്റ് ഫ്രണ്ട്സ്, പതിയെ പതിയെ അമ്പാടിയിൽ ഞാൻ കണ്ട കുറ്റങ്ങളൊന്നുമില്ലാത്ത ഒരാൾ, എൻ്റെ ക്യാരക്ടറായി 100% സിമിലാരിറ്റി ഉള്ള ഒരാൾ. അങ്ങനെ ഞങ്ങൾ റിലേഷൻഷിപ്പിലായി. 6 മാസത്തെ റിലേഷൻഷിപ്പ്. ഞാനൊരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ച എല്ലാം അയാൾ എനിക്ക് തന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് പതിയെ പതിയെ എനിക്ക് മനസ്സിലായി ഈ 6 മാസം അയാൾ അഭിനയിക്കുകയായിരുന്നെന്ന്. അയാളുടെ ക്യാരക്ടർ അതൊന്നും അല്ല. ഒരു 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 കൈൻഡ് ഓഫ് സൈക്കോ. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ജോലിയിലുള്ള എൻ്റെ തെറ്റുകളൊക്കെ കണ്ട് അമ്പാടി എന്നെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. അങ്ങനെ വഴക്ക് പറയുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളെ എൻ്റെ ലൈഫിൽ വേണ്ടെന്ന് വെച്ച് ഞാൻ സ്വീകരിച്ചത് ഈ അയൺ ബോക്സ് ഇല്ലേ, അയൺ ബോക്സ് വെച്ച് എൻ്റെ ശരീരം പൊള്ളിച്ച് രസിക്കുന്ന ഒരാളെയാണ്. വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ അനുവാദമില്ല, പേരൻസിനെ വിളിക്കാൻ അനുവാദമില്ല. അല്ലേ തന്നെ ഞാനിതൊക്കെ ആരോട് പരാതി പറയാനാ? സ്വന്തമായിട്ട് കണ്ടെത്തിയതല്ലേ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട് വഴി എനിക്ക് UK ഒരു ജോലി ശരിയായിട്ടുണ്ട്. നാളെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇന്നൊരു ദിവസം താമസിക്കാൻ അയാൾ തേടിയെത്താത്തൊരു സ്ഥലം വേണമായിരുന്നു. പിന്നെ അമ്പാടീനെ അവസാനമായിട്ടൊന്ന് കാണണം എന്നുണ്ടായിരുന്നു. സത്യമായിട്ട് അമ്പാടിയുടെ കല്യാണം കഴിഞ്ഞ കാര്യം എനിക്കറിയില്ലായിരുന്നു. അതിനകത്തെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഐ എം സോറി. ഇതായിരുന്നു കാരണമെങ്കിൽ അത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ മിന്നാര സിനിമയിലെ ശോഭനെ പോലെ പഴയ കാമുകി ഡ്രാമയൊക്കെ? അത് എന്നോട് ഇപ്പോഴും ദേഷ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതുപോലെ ഞാനിവിടെ വന്നാൽ എന്നെ ഇറക്കി വിടുമെന്ന് പേടിച്ചാൽ ഞാൻ. പിന്നെ എനിക്ക് തൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മുടെ റിലേഷൻഷിപ്പിൽ നീ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത വാക്കായത് കൺഫ്യൂസ്ഡ്. അമ്പാടിക്ക് എന്നോട് സ്നേഹം ഉണ്ടോ എന്ന് കൺഫ്യൂസ്ഡാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ നീ കൺഫ്യൂസ്ഡാണ്. ശരിയാണ്, നീ ഇങ്ങോട്ട് പ്രകടിപ്പിച്ച പോലെ ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അത് തെറ്റാണ്. എന്നാൽ അത് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കത്തക്ക രീതിയിലുള്ളൊരു തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. വർക്കിലെ ചില മിസ്റ്റേക്സൊക്കെ കാണുമ്പോൾ ഞാൻ ശകാരിച്ചിട്ടുണ്ട്. അതും തെറ്റാണ്. പക്ഷെ അതും ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കത്തക്ക രീതിയിലുള്ള തെറ്റാണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം മാത്രമേ എനിക്കറിയാം, മനസ്സറിഞ്ഞ് ഞാൻ നിന്നെ നുള്ളി പോലും നോവിച്ചിട്ടില്ല. നീ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച പോലെ അമ്പാടിയിൽ അതില്ല ഇതില്ല, എന്നിൽ എന്തില്ലാന്നേ നീ വിചാരിച്ചിട്ടുള്ളൂ. എന്നിലുള്ളതൊന്നും നീ കണ്ടിട്ടില്ല. എൻ്റെ തെറ്റായിരിക്കാം. നീ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം എന്താണെന്നറിയോ? ഞാൻ എൻ്റെ പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിച്ചത് സ്നേഹവും വിശ്വാസവും കരുതലും, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നീ നിൻ്റെ പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നതിന് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു നിനക്ക്. ഇങ്ങനെ ആവണം, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ പാടുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ പാതിക്ക് വെച്ച് ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് പോയത് അതിച്ചിരി ക്രൂരായിപ്പോഴോ. നമ്മുടെ റിലേഷൻഷിപ്പിൽ നീ കരഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സറിയാതെ ചെയ്ത കാര്യങ്ങൾക്കാണ്. പക്ഷേ നീ എന്നെ കരയിച്ചിട്ടുള്ളതെല്ലാം മനഃപൂർവ്വമാണ്. ഞാൻ കരയും, വേദനിക്കും എന്നറിഞ്ഞുകൊണ്ട്
നീ ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. രണ്ടിലേതാ ശരി തെറ്റൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഓവർ തിങ്കറല്ലേ, ചിന്തിച്ച് കണ്ടുപിടിക്കും. എനിക്കിവിടെ സേഫായിട്ട് നിൽക്കാം. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. എനിക്കതിനോട് ദേഷ്യമായിരിക്കും. ഞാൻ ചിലപ്പോൾ ഇറക്കി വിട്ടാലോ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് അതൊക്കെ ശരിയാണെന്ന് വിചാരിക്കരുത്. പണ്ട് പോലെയുള്ള സ്വഭാവമാണ്. ചതിച്ചിട്ട് പോയ പെണ്ണാണെങ്കിൽ ഒരു സഹായം എന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നമ്മൾ ആണുങ്ങൾ കൈവിടില്ല. ഗുഡ് നൈറ്റ്. പോട്ടെ, വിഷമിക്കരുത്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഹാപ്പി ആയിട്ട് പോയിട്ട്. സോറി കേട്ടോ, കുറച്ച് നേരത്തേക്കാണെങ്കിലും എല്ലാവരും ഒന്ന് പറ്റിച്ചേന്. സാരമില്ല മോളെ, ഒന്നുമില്ലെങ്കിൽ ഒന്ന് വന്നിട്ട് പോകാൻ തോന്നില്ല. സന്തോഷമേ. വണ്ടി വന്നു കേട്ടോ. പോട്ടെ. പോട്ടെടാ. അമ്മ അമ്പാടി കൊണ്ടുവിടട്ടെ. അവർക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ കൊണ്ടുവിടായിരുന്നു. കുഴപ്പമില്ല. ഞാനൊരു തമാശ പറയട്ടെ. ഉരുകിത്തീർന്നപ്പോഴാണ് മെഴുകുതിരി അറിയുന്നത് തൻ്റെ ഉള്ളിലെ നൂലാണ് തന്നെ നശിപ്പിച്ചതെന്ന്. അതുപോലെ എൻ്റെ ഉള്ളിലുള്ള ചെറിയ പിടിവാശികളാണ് എന്നെ നശിപ്പിച്ചത്. അങ്ങനൊന്നും വിചാരിക്കണ്ട. എൻ്റെ ലൈഫിൽ ഞാൻ പ്രേമത്തിൻ്റെ ഒക്കെ ഭംഗി മനസ്സിലാക്കിയത് താൻ കാരണമാണ്. തന്നെ പോലെ എന്നെ ആരും പ്രേമിച്ചിട്ടില്ല. അതുകൊണ്ട് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായാലും ഇതാ ഈ നെഞ്ചിൻ്റെ ഒരു കോണിൽ താൻ എന്നും ഉണ്ടാവും. മരണം വരെ ഉണ്ടാവും. ഒരുമിച്ചുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് മനസ്സിൽ, ഇതുൾപ്പെടെ. ഈ ഓർമ്മകളെല്ലാം സൂക്ഷിച്ച് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടാവും. മനസ്സിൽ നിറഞ്ഞേ പൊഴിഞ്ഞേ തളിരിലയായി കനവിലലിഞ്ഞേ പതിഞ്ഞേ നൊമ്പരമായി. മനസ്സിൽ നിറഞ്ഞേ പൊഴിഞ്ഞേ തളിരിലയായി കനവിലലിഞ്ഞേ പതിഞ്ഞേ നൊമ്പരമായി. ചേട്ടാ, ശരിക്കുട്ടി, ഞാൻ ഒരു അഡ്രസ്സ് പറയാം, ഒന്ന് ട്രേസ് ചെയ്യണം. ആർ സൂരജ്, ഹൗസ് നമ്പർ 10, ഹെബ്ബാൾ, ബംഗളൂരു. എന്താ ചേട്ടാ കാര്യം? അവന് അയൺ ബോക്സ് വെച്ച് തേക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം.